ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാജാധികാരിയായ നാഥന്റെ രഹസ്യമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ മദ്ഹ് പറയാതെ എങ്ങനെയാണ് പരിപൂർണ്ണ മുഅ്മിനാകാൻ സാധിക്കുക? സുഫിയാകൾ ആ ഹബീബിനോടുള്ള ഇഷ്കിനെ അഭേദ്യമായ പ്രണയബന്ധത്തോട് തുലനം ചെയ്തുകൊണ്ടാണ് ആവിഷ്കരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അമീർ ഖുസ്റു എന്നറിയപ്പെടുന്ന ഇഷ്കിന്റെ ലോകത്ത് അനേകായിരം പ്രവാചകാനുരാഗങ്ങൾ രചിച്ചു വെച്ച് ഇന്ന് അലഹബാദിന്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന മുഹമ്മദ് മൂസ ഹാഷിമി മുഹമ്മദ് ഹബീബിനോടുള്ള പ്രണയത്തെ മനോഹരമായിട്ടാണ് ആവിഷ്കരിക്കുന്നത്. लूट कर में न जाओ का खाली बर्द जोली मेरी या मोहम्मद लूट कर में न जाओ का खाली बर्द जोली मेरी या मोहम्मद लूट कर में न जाओ का जब तलक तू बना दे नबिगड़ी दर्स तेरे न जाए ज़वाली मर्द जोली सरकारे मदीना लूट कर में न जाओगा खाली ഒന്നിനും കൊള്ളാത്ത ഈ പാവപ്പെട്ട ഫക്കീറിന്റെ വേദനയൊന്നും കണ്ടാലും യാ ഹബീബല്ലാഹ് അവിടുത്തെ പടിവാതിക്കൽ വന്ന് അവിടുത്തെ സ്നേഹത്തിനായി കെഞ്ചുന്ന അവിടുത്തെ പരിഗണനക്കായി ആഗ്രഹിക്കുന്ന ഈ ഉള്ളവന്റെ ജുബ്ബയിലേക്ക് അങ്ങ് സ്നേഹം കൊണ്ട് സമ്മാനം നിറച്ചാലും പ്രവാചകൻ അങ്ങയെ സ്നേഹിച്ചവരെ പോലെ സ്നേഹിക്കാൻ മറ്റാർക്കാണ് കഴിയുകയായി റസൂലുള്ളാഹ്. क्या या नबी हो खोजते तुझको देखो क्या से क्या या नबी हो गया हो दर्द जोली सरकारे मदीना लौट कर में न जाओगा खाली दर्द जोली मेरी അവിടുത്തെ പടിവാതിൽക്കൽ വന്ന് നേടാൻ കഴിയാത്ത എന്താണുള്ളത്? അവിടെ വന്നിട്ട് കാലി കൈയോടെ തിരിച്ചു പോയവർ ആരുമില്ലല്ലോ ഹബീബേ. അവിടെ വന്നുകൊണ്ട് നിരാശരായിട്ടില്ല ഹബീബേ എന്ന് അമീർ ഖുസ്റു പാടി വെക്കുമ്പോ അതേ ഇഷ്കിന്റെ വരികളിലൂടെ തന്നെയാണ് അതേ ഹബ്ബിന്റെ വരികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മലായികത്തിനോട് പോലും സുജൂദ് ചെയ്യാൻ പടച്ച തമ്പുരാൻ ജയ ജയ കാരണമല്ലേ പിരിയുമാ സ്നേഹലോചനമെന്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ വരൂ യാ റസൂലല്ലാഹ്, സ്വപ്ന ദർശനമെങ്കിലും തരൂ യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന ആ ഹബീബിനോടുള്ള അടങ്ങാത്ത ഇഷ്ക് അത് സാധാരണയിൽ നിന്നും അസാധാരണയിലേക്ക് സഞ്ചരിക്കുന്നതിലും അപ്പുറം സൂഫിയാക്കളാകട്ടെ ആ തലത്തിൽ അനുഭവിക്കുന്നവരും അതിന്റെ വഞ്ചനയില്ലാത്ത ലാഞ്ചനയിൽ സഞ്ചരിക്കുന്നവരുമാണ്. അറിയില്ലേ നിങ്ങൾക്ക്
മഹാനായ മൻസൂർ ഖല്ലാജ് തങ്ങളെ പോലെ, ജലാലുദ്ദീൻ റൂമിയെ പോലെ, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്കിന്റെ ലോകത്ത് അനേകായിരം നമ്മൾ വർണ്ണിക്കുന്ന ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി തങ്ങളെ പോലെ അവരനുഭവിച്ച ആ ഇഷ്കിനെയാണ് ഇവിടെ വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത് കല്ലിലലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത് ഒരാൾക്ക് ഇഷ്കിനോടൊപ്പം തന്നെ ഇൽമും കൂടി കരഗതമാകുമ്പോൾ അതിനോളം ആനന്ദകരമാകുന്ന മറ്റൊന്നില്ല ഈ ലോകത്ത്. ഹബീബ് തങ്ങളുമായുള്ള സ്നേഹാനുഭവങ്ങൾ പറയുമ്പോഴും അവരുടെ ഇഷ്കിൽ, അവരുടെ ഹൃദയത്തിൽ ആ ഹബീബ് തങ്ങൾ മാത്രമാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിലുള്ളത് ഹുക്കുമതാണ്, അശ്കിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻതേനതാണ്. അലിമിൻ കണ്ണിലുള്ളത് ഹുക്കുമതാണ്, അശ്കിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻതേനതാണ്. ഇഷ്കിന്റെ മധുലഹരി ഇൽമതൊന്നു ചേർന്നാൽ, ഇഷ്കിന്റെ മധുലഹരി ഇൽമുമായി സംയോജനം ചെയ്യുമ്പോൾ ഇതിനോളം ആനന്ദകരമായ മറ്റൊന്ന് ഈ ദുനിയാവിന്റെ കെട്ടുപാടുകളെല്ലാം ഒഴിവാക്കി ഹബീബ് മാത്രമാണ്. ഭ്രാന്തനോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത് കല്ലിലലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ഒരാൾക്ക് ഇഷ്കുള്ള ആളുകൾ പാടിയും പറഞ്ഞു അവരുടെ വികാരങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടേ, എന്നാൽ അത് മനസ്സിലാകാത്ത കാഴ്ചക്കാർ ഭ്രാന്തനെന്നും കള്ളനെന്നും പൊട്ടനെന്നും വിളിച്ച് പരിഹസിച്ചേക്കാം. പക്ഷേ അവരൊക്കെ കേഴുന്നത് റബ്ബിന് വേണ്ടിയാണ്, ഇഷ്കിന് വേണ്ടിയാണ്. എന്നെ സ്വീകരിക്കുക യാ റസൂലല്ലാഹ് എന്നാണ്. ഇതേ വരികളിലൂടെ തന്നെയാണ് ഇതുപോലെ ഒരു ആശിക്കിന്റെ വിലാപമായിട്ടാണ് KM കിനാശ്ശേരിയുടെ വരികൾ കടന്നു പോകുന്നത്. അവരുടെ ഉള്ളിൽ സഖിയാ ആ സഖി ഹബീബ് മാത്രമാണ്. ലൈല മജ്നൂൻ ലൈലയെ സ്നേഹിച്ചതുപോലെ ലൈല ഹബീബ് തങ്ങളാണ്. മജ്നൂനുമാരായി അറിയുകയാണ് ആശിഖ്. ആരാണ് പ്രേമിച്ചത്, ആരാണ് അർപ്പിച്ചത്, അവരുടെ ഉള്ളിൽ സഖിയാ ആർക്കാണ് നോവുന്നത്, ആർക്കാണ് വേവുന്നത്, അവരിവിടെ മജ്നൂനാ ആദരവായ മണിമുത്ത് നബിയോരേ അന്ന് സ്വഹാബത്ത് നെഞ്ചകത്തേറ്റിലേ അവരുടെ പിന്നാലെ നടന്നു പറഞ്ഞത് لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين എന്ന തലത്തിലെത്തുമ്പോൾ ദുനിയാവിന്റെ സകല കെട്ടുപാടുകളും ഒഴിവാക്കി മാതാവില്ല, പിതാവില്ല, മക്കളില്ല, കുടുംബങ്ങൾ ആരുമില്ല, എല്ലാത്തിനും പുറമെ എന്റെ ഹബീബ് മാത്രം, എന്റെ ആശിഖായ, എന്റെ മശൂഖായ ആ ഹബീബ് മാത്രമാണ്. അതാണ് മദീന കണ്ട കണ്ണിനെ ചുംബിക്കുന്ന അൽമിൻ മദീന എന്ന് പറഞ്ഞു. മദീന കണ്ട കണ്ണിനെ ചുംബിക്കുന്നത് പോലെയുള്ള അവർ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കണം. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ ആ മദീന കാണാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.